പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുലയാണ് നമ്മൾ ഹോംവർക്ക് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നത്. എത്ര ആൾ ചെയ്തു? E ഈസിക്വൽ h എന്ന് പറയുന്ന ഫോർമുല തന്നിരുന്നു. h ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. h വിളിക്കാനുള്ള ഫോർമുല എന്താ? E/nu ആണ്. ചെയ്യാൻ കിട്ടിയ ആർക്കെങ്കിലും? E എന്ന് പറഞ്ഞ എനർജി ഒരു ഫോട്ടോണിന്റെ എനർജി അല്ലെ? ഫോട്ടോണിന്റെ എനർജിക്കാണ്. ഫോട്ടോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഫോട്ടോൺ പ്രകാശം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകളുടെ രൂപത്തിലാണ് പ്രവഹിക്കുക. ഓരോ പാക്കറ്റിന് നിശ്ചിത എനർജി ഉണ്ട്. ആ എനർജി വിളിക്കാനുള്ള ഫോർമുലയാണ് E ഈസിക്വൽ h ആണ് ക്വാണ്ടിറ്റിയിൽ പറഞ്ഞത്. അപ്പൊ h വിളിക്കാനുള്ള ഫോർമുല E/nu. E എന്ന് പറഞ്ഞ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി ആവാം, പൊട്ടൻഷ്യൽ എനർജി ആവാം, വർക്ക് ആവാം അല്ലെ? എല്ലാ എനർജിയും ഒരേ മാറ്റി തന്നെ അല്ലെ? അപ്പൊ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല ഇട്ടാ നമ്മൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഒക്കെ എഴുതിയോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ വർക്കിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല പറഞ്ഞോളൂ. എന്താ? mL² ടേബിൾ നോക്കിയാൽ മതി കിട്ടും. mL² t raised to -2 by mL² t raised to -2 ആണ് വർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല. ഫ്രീക്വൻസി ഡയമെൻഷൻ ഫോർമുല എന്താ? തൊട്ട് മുകളിൽ നോക്കൂ. t raised to -1 ആണ്. 1 പീരീഡിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. t raised to -1 ഇത് മോളിൽ കിട്ടാലോ. നോക്കൂ. അപ്പൊ ഇവിടുത്തെ ചെറിയ പ്രശ്നം, ഇവിടെ t യുടെ പവർ -2 ആണ്, ഇവിടെ t യുടെ പവർ -1 ആണ്. ഇങ്ങനെ വന്നാൽ ഇതിന്ന് കുറയ്ക്കുക ചെയ്യാം. അപ്പൊ -2 നിന്ന് എന്ത് കുറയ്ക്കണം? -1 കുറയ്ക്കണം. -2 നിന്ന് -1 കുറയ്ക്കുന്നത് എങ്ങനെ എഴുതുക? 2 -1 എന്തായി? പ്ലസ് ആയി. അപ്പൊ -2 + 1 വരും. അതെത്രയാ? -1 വരും. മാത്സ് നല്ല പറഞ്ഞാല് നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ചെറിയ പിള്ളേർ ചെയ്യുന്ന പരിപാടികളാണ്. -2 -1 -2 + 1 അപ്പൊ -1. അപ്പൊ നോക്കൂ എന്താ പവർ വരിക? mL² t raised to എന്താ വരിക? -1 വരും. ഇതാണ് ഏതിന്റെ ഡയമെൻഷൻ ഫോർമുല? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല. ക്ലിയർ? എന്താ യൂണിറ്റ് വരിക? എനർജി യൂണിറ്റ് എന്താ? ജൂൾ. ഫ്രീക്വൻസി യൂണിറ്റ് എന്താ? സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ എന്താവും? ജൂൾ സെക്കൻഡ്. ജൂൾ സെക്കൻഡ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂണിറ്റ്. ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അവർക്കൊരു വിലയൊക്കെ ഉണ്ട്. ഓർത്ത് വെച്ചാലൊക്കെ നല്ലതാണ്. 6.625 × 10⁻⁻34 എന്നാണ് ജൂൾ സെക്കൻഡ് കേട്ടോ. അപ്പൊ കുറെ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതി, അതിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതി. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും? കുറെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പരിചയപ്പെടും ഇടയ്ക്കിടയ്ക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ. അപ്പൊ നമുക്ക് പുതിയ പുതിയ ഡയമെൻഷൻ ഫോർമുല എഴുതിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ് എന്നായിരുന്നു. അപ്പോ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡയമെൻഷൻസ് ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കില് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം. അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്ലിക്കേഷൻസ് 3 അപ്ലിക്കേഷൻ പഠിക്കാൻ. അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. മൂന്ന് അപ്ലിക്കേഷൻ ആണ്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ അപ്ലിക്കേഷൻ കേട്ടോളൂ. ടു ചെക്ക് the dimensional correctness of the given equation. എന്താ പറയാ? To check the dimensional correctness. To check the dimensional correctness ആരുടെ? of the given equation. നിങ്ങൾക്കൊരു ഇക്വേഷൻ തന്നു. ആ ഇക്വേഷന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് നിങ്ങൾ പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ച നിങ്ങൾ പറയണം ആ തന്നിട്ടുള്ള ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഡയമെൻഷനലി നിലനിൽക്കോ ഇല്ലയോ എന്ന് പറയണം. അതാണ് നിങ്ങളുടെ ചുമതല. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചൊരു കുട്ടിക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്താ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞേ? എല്ലാരും പറ. ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. അതിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ നോക്കണം. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമ്യം, ഒരേപോലെ. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എന്താ? ഈ പ്രിൻസിപ്പിൾ ഐഡന്റിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺലി ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്ട്. ഒരേ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൂട്ടാനും കുറയ്ക്കാനും പറ്റൂ. ഉദാഹരണം വെലോസിറ്റി.
വെലോസിറ്റിയുടെ കൂടെ ലെങ്ത് കൂട്ടാൻ പറ്റില്ല, വെലോസിറ്റിന്ന് ലെങ്ത് കുറയ്ക്കാൻ പറ്റില്ല, വെലോസിറ്റിയുടെ കൂടെ ഏരിയ കൂട്ടാൻ പറ്റില്ല. എന്താ? പിന്നെ ഇത് ഡയമെൻഷൻ സെയിം അല്ല. അപ്പൊ ഐഡന്റിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ചക്കിയും ചക്കിയും തമ്മിൽ കൂട്ടാൻ പറ്റൂ, മാങ്ങിയും മാങ്ങിയും തമ്മിൽ കൂട്ടാൻ പറ്റൂ, ചക്കിയും മാങ്ങിയും തമ്മിൽ കൂട്ടാൻ പറ്റില്ല. ഇതാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. ഇങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത്. എന്താ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ? ഡയമെൻഷൻസ് ഓഫ് സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി കേട്ടിട്ടുണ്ടോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കേട്ടിട്ടില്ല? എന്താ? ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. ഇത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. ഏതാണ്ട് ഇപ്പൊ അങ്ങനെ അറിയണ്ടാവില്ല. അറിയണവരുണ്ടോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇരിക്കുന്ന ഒരു ബോഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഇപ്പോൾ എന്താ? വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ആണ്, ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈമാണ്. അപ്പൊ ഈ ഇക്വേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടേ ഇല്ല എന്ന് വിചാരിക്കുവോ? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് വി വെലോസിറ്റിയാണ്, യു ഇനീഷ്യൽ വെലോസിറ്റിയാണ്, വി ഫൈനൽ വെലോസിറ്റിയാണ്, എ ആക്സിലറേഷൻ ആണ്, ടി ടൈം ആണ് നമുക്ക് തന്നത്. ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ? നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നോക്കൂ, ഇതും ഇതും കൂട്ടിയപ്പോഴല്ലേ ഇത് കിട്ടിയേ? ഇതും ഇതുകൂടി കൂട്ടിയപ്പോഴല്ലേ ഇത് കിട്ടിയേ? ഇതും ഇതുകൂടി കൂട്ടിയപ്പോ എന്താ കിട്ടിയേ? വെലോസിറ്റി. അപ്പൊ ഇതും ഒരു വെലോസിറ്റി ടേം ആവണം, ഇതും ഒരു വെലോസിറ്റി ടേം ആണ്. ഇത് വെലോസിറ്റി ടേം ആണെന്ന് മനസ്സിലായി, കാരണം ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനി ഇതും ഒരു വെലോസിറ്റി ടേം ആണ്. ആക്സലറേഷനും ടൈം കൂടി കുടിച്ചാൽ വെലോസിറ്റിയുടെ ഡയമെൻഷനിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടണം. എങ്കിൽ മാത്രമേ അത് തമ്മിൽ കൂട്ടാൻ പറ്റൂ. അത് കൂട്ടിയാൽ മാത്രമേ നമുക്ക് വെലോസിറ്റി കിട്ടും. ചക്കിയും തമ്മിൽ കൂട്ടിയാൽ ചക്ക കിട്ടും, മാങ്ങിയും തമ്മിൽ കൂട്ടിയാൽ മാങ്ങ കിട്ടും. ചക്കിയും മാങ്ങയാണെങ്കിൽ കൂട്ടിയിട്ട് ചക്കയോ മാങ്ങയോ കിട്ടില്ല. അത്രയുള്ളൂ. ക്ലിയർ? അപ്പൊ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പരിശോധിക്കാൻ നിങ്ങൾ ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, +1 പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. എന്താ പ്രിൻസിപ്പിളിന്റെ പേര്? ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ തന്നെ എഴുതണം. പ്രിൻസിപ്പിൾ എന്താണെന്ന് സാധാരണ ചോദിക്കാറില്ല. ചോദിച്ചാലോ? ഡയമെൻഷൻസ് ഓഫ് സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി സെയിം ഇഫ് ദി ഇക്വേഷൻ കണ്ടെയ്ൻസ് മോർ ദാൻ വൺ ടേം. ഒന്നിലധികം ടേം ഉണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഈച്ച് ആൻഡ് എവരി ടേം മസ്റ്റ് ബി സെയിം. ഓരോ ടേമിന് ഡയമെൻഷൻ ഫോർമുല എങ്ങനെയാവണം? സെയിം ആവണം. അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യുക? എടുക്കുന്ന ഓരോന്നും ആദ്യം വി എടുത്തോളൂ. വിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം. ഇങ്ങനെ എഴുതിയതിന്റെ അർത്ഥം ഡയമെൻഷണൽ ഫോർമുല എന്നാണ് കേട്ടോ. എന്താ വെലോസിറ്റി ഡയമെൻഷൻ? ഇതിനാണെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ എഴുതിയ ടേബിളിലുള്ള സാധനങ്ങൾ മുഴുവൻ പഠിക്കാന്ന് പറഞ്ഞേ. അത് പഠിച്ചാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് പഠിച്ചിട്ടേ ഇതൊക്കെ കാണാവുള്ളൂ. എന്താ വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല? ബൈ ഹാർട്ട് ആവണം. LT⁻⁻1 എഴുതി വെച്ചു. ശരി. ഇനി യുവിന്റെ അപ്പൊ LHSന്റെ കാര്യങ്ങൾ ശരി എഴുതി വെച്ചു. ഇനി RHSലെ ഫസ്റ്റ് ടേം എന്താ? യു. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതിക്കുക. ഈ യു ആരാന്നാ പറഞ്ഞേ? വെലോസിറ്റി. എന്ത് വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ ആയാലും ഫൈനൽ ആയാലും വെലോസിറ്റിനെ അല്ലേ? എന്താ ഡയമെൻഷൻ ഫോർമുല? LT⁻⁻1. ഇനി ഏതൊരു ടേം കൂടി ബാക്കിയുണ്ട്. എന്താ? AT മൊത്തം എടുക്കണം കേട്ടോ. AT. എന്താ എന്റെ ഡയമെൻഷൻ ഫോർമുല? ഇത് തമ്മിൽ ഗുണിച്ചതാണ് ആ ടേം. അപ്പൊ ഈ ഗുണനഫലത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എത്രയെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഏടെ എന്താ? LT⁻⁻2 ആണോ? ആക്സലറേഷനെ LT⁻⁻2 അല്ലേ? ആണ്. ടൈമിന് എന്താ? T. ഇത് തമ്മിൽ ഗുണിച്ചാൽ എന്താ വരിക? ടിയുടെ പവർ 1 ആണ്. അങ്ങനെ ഗുണിക്കുമ്പോ ഈ പവേഴ്സ് തമ്മിൽ കൂട്ടുക ചെയ്യാന്ന് കുറെ പ്രാവശ്യമായി പറയുന്നു. അപ്പൊ -2 1 കൂട്ടി എന്താ വരിക? -1 വരിക. അപ്പൊ LT⁻⁻1 വന്നു. നോക്കി നിങ്ങള് ഈ ടേമിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1, ഈ ടേമിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1, ഈ ടേമിന്റെ ഡയമെൻഷൻ ഫോർമുല LT⁻⁻1. അപ്പൊ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഏത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു നിങ്ങള്? ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. ഈ V = U + AT എന്ന് പറയുന്ന ഇക്വേഷനോട് സിമിലർ ആയിട്ടുള്ള ചില ഇക്വേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. വേറെ ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയേ. S = UT + ½ AT² കേട്ടുണ്ടോ? കേൾക്കേണ്ടതാണ്. S = UT + ½ AT². ചോദ്യം ഇതാണ്. എന്താ ചോദ്യം? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാം. തയ്യാറാണോ? എന്നാ തുടങ്ങിക്കോളൂ. എന്താ എസ്? ബാക്കിയൊക്കെ നമുക്ക് പരിചയമില്ല. എസ് ഡിസ്പ്ലേസ്മെന്റ്, ബാക്കിയൊക്കെ നമുക്ക് അറിയണമല്ലേ. യു ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷൻ, ടി ടൈം, ഹാഫ്. അതിന്റെ ഡയമെൻഷൻ ഒന്നും ഇല്ല, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. ഇത് കഴിയുമ്പോഴേക്കും ഇത് ബൈഹാർട്ട് ആയിരിക്കും കേട്ടാ. എസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ ചെയ്യുക? എസ് എന്ന് പറഞ്ഞൊരു ലെങ്ത് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ എൽ. യുട്ടിയുടെ ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞോളൂ. യുവിന്റെ എന്താ? LT⁻⁻1 വെലോസിറ്റിയാണ്. ടൈമോ
ടി. ഇത് ഗുണിച്ചെന്താ വരിക? ടി റേസ് ടു -1 ടി. ഇതും ഇതും കൂട്ടി എന്താ വരിക? 0 എന്നല്ലേ വരിക? അപ്പൊ എന്താ വരിക? എൽ എന്ന് വരും. ടി റേസ് ടു 0 എന്ന് എഴുതേണ്ട കാര്യമില്ല. ടി റേസ് ടു 0 എത്രയാ? 1 ആണ്. അപ്പൊ എന്താ ഉത്തരം? എൽ ആണ്. എൽ ഇസ് ദ ആൻസർ. അപ്പൊ യുടെ ഡയമെൻഷൻ ഫോമിൽ നമുക്ക് എന്തായി കിട്ടി? എൽ ആയി കിട്ടി. ഇനി ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമിൽ, ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്താ പറയൂ? ഹാഫിന് ഡയമെൻഷൻ ഇല്ല. ഏടെ എന്താ? എൽ ടി റേസ് ടു -2 ആണോ? ആക്സലറേഷൻ എൽ ടി റേസ് ടു -2. ടി സ്ക്വയറിന്റെയോ? അത് ടി സ്ക്വയർ തന്നെ. ടി റേസ് ടു -2 ടി സ്ക്വയറിന് കുടിച്ച് എന്താ കിട്ടുക? ഈ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. -2 2 കൂട്ടി എന്താ കിട്ടുക? 0. അപ്പൊ അത് എഴുതുന്ന കാര്യമില്ല. എന്തെഴുതും? എൽ. അപ്പൊ എന്താ കിട്ടി? നോക്കിയേ, എസിന്റെ ഡയമെൻഷൻ ഫോമിൽ എല്, യുടെ ഡയമെൻഷൻ ഫോമിൽ എല്, ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമിൽ എൽ. അപ്പോ ചക്കയും ചക്കയും നമ്മൾ കൂട്ടിയ ചക്ക കിട്ടും ചെയ്തു. അപ്പോ അഡീഷൻ. ഈ പ്രിൻസിപ്പിളിന്റെ പേരാണെന്ത്? ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. ഒത്തിരി ഇടങ്ങളുള്ള ഒരു സാധനം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കണം കേട്ടാ. അപ്പൊ എന്താ ഇവിടെ അപ്ലിക്കേഷൻ? പറഞ്ഞോ, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. അപ്പൊ ഒരു പ്രോബ്ലം തരാൻ പോവാണ്. ഞാൻ തന്നെ ചെയ്തു തരും. അങ്ങനെ നോക്കിയണേ. ഒരു ഇക്വേഷൻ പറയാൻ പോവാണ്. ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ നിങ്ങൾ പരിശോധിക്കണം. പരിശോധിക്കോ? ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് ഞാൻ പറയാണ്. ടി സമം 2π into root of L/G. ഒരു സിമ്പിൾ പെൻഡലം. ഒരു സിമ്പിൾ പെൻഡലം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധനം നോക്കിയേ. ഇതാ പെൻഡലം എങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ഇതാണ് പെൻഡലം ബോബ്. പെൻഡലം ബോബിന്റെ മാസ് m ആണ്. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽക്ക് ഇതിന്റെ സെന്റർ വരെയുള്ള അകലാണ് L. ലെങ്ത് ഓഫ് ദ പെൻഡലം എന്ന് പറയും. G എന്താ നമുക്ക് പരിചയമില്ലേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ടി എന്താ? ടൈം പീരീഡ്. ഈ പെൻഡലം ബോബിനെ ഒരു സൈഡിലേക്ക് എടുത്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആടി തുടങ്ങും. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, അതിനാണ് പീരീഡ് പറയും. അപ്പൊ ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണെന്ന് ഞാനത് പറയാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല. നിങ്ങൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് അറിയണ്ടേ? നമ്മുടെ അടുത്ത് ഒറ്റ ടൂളേ ഉള്ളൂ. എന്താ അത്? ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ്. അപ്പൊ നമ്മൾ LHS ഡയമെൻഷൻ ഫോമിൽ എഴുതും, RHS ഡയമെൻഷൻ ഫോമിൽ എഴുതും. രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പറയും. ദിസ് ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. പക്ഷേ വിശ്വസിക്കുക എന്ന് പറയും. അപ്പൊ നോക്കാം നമുക്ക് ടിയുടെ ഡയമെൻഷൻ ഫോമിൽ പീരീഡ് ആണല്ലോ. ടിയുടെ ഡയമെൻഷൻ ഫോമിൽ എന്താ? ടി. അപ്പൊ LHS ഡയമെൻഷൻ ഫോമിൽ. ഇനി RHS നമുക്ക് മൊത്തം എടുക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. 2π into root of L/G മൊത്തത്തിൽ എടുക്കണം. ഒന്ന് ഡയമെൻഷൻ ഫോമിൽ എഴുതാം. 2π വല്ല ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. 2π ഒരു കോൺസ്റ്റന്റ് ആണ്. 2π അറിയില്ലേ? കോൺസ്റ്റന്റ്. അതിന് ഡയമെൻഷൻ ഒന്നുമില്ല. ആ റൂട്ട് അതേമാതിരി ഇട്ടു കേട്ടോ. റൂട്ട് അതേമാതിരി ഇട്ടു. L എന്താ പറഞ്ഞേ? പെൻഡലത്തിന്റെ ലെങ്താ. m മാസം. പക്ഷെ മാസം ഒന്നും വരുന്നില്ല. വേറെ കാര്യം, മാസം വരുന്നത് നമുക്ക് അറിയില്ല. ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. മാസം കൂടി ഈക്വേഷൻ വരികയാണെങ്കിൽ ഇത് തെറ്റാവുമല്ലോ അല്ലെ? ഈക്വേഷൻ തെറ്റാവുമല്ലോ. നോക്കാം നമുക്ക്. അപ്പൊ 2π ഇല്ല, √2 ഈ റൂട്ട് എല്ലിന് എന്താ? ലെങ്ത് അല്ലേ? L. G എന്താ പറഞ്ഞ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അതെന്താ? ആക്സലറേഷൻ LT റേസ് ടു -2 എന്നാ വരിക അല്ലേ? അപ്പൊ എല്ലിന്റെ L, ജിയുടെ LT റേസ് ടു -2. നോക്കൂ, എല്ലും എല്ലും കട്ടായി. ഇവനെ മുകളിലേക്ക് എടുത്തു. അപ്പൊ എന്തായി? റൂട്ട്. ഇവനെ മുകളിൽ കിട്ടാൻ അപ്പൊ അവിടെ പ്ലസ് ആവും. ടി സ്ക്വയറിനായി റൂട്ട് ഓഫ് ടി സ്ക്വയർ എത്ര കുട്ടികളെ? ടി. ഓക്കെ. LHS ഡയമെൻഷൻ ഓഫ് ടി, RHS ഡയമെൻഷൻ ഓഫ് ടി. അപ്പൊ ഈക്വേഷൻ എന്താ? ഡയമെൻഷനലി കറക്റ്റ്. ഇത്ര ഉള്ളൂ സംഭവം. അപ്പൊ അതിന് മാസം വരില്ല. അപ്പൊ ഒരു പെൻഡലത്തിന്റെ പീരീഡ് മാസിനോട് ഇൻഡിപെൻഡന്റ് പീരീഡ് പഠിക്കും. അപ്പൊ ഈക്വേഷൻ ഡയമെൻഷൻ എന്താന്ന് പറയും നമ്മള്? കറക്റ്റ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ഉൾപ്പെടുത്തിയിരിക്കണേ. അടുത്ത ആപ്ലിക്കേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ബാക്കി നമുക്ക് പിന്നീട്